പ്രിയമുള്ളവരെ, എപ്പോഴും ദൈവം നമ്മളെയും നമ്മുടെ പ്രാർത്ഥനകളെയും ഒക്കെ വിലയിരുത്തുന്ന ഒരു രീതി ഓരോ നൽകപ്പെട്ട ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ ഒരു വർഷത്തിൽ നിന്ന് പുതിയ വർഷത്തിലേക്കും പിന്നീട് ഭാവിയിലേക്കുമൊക്കെ നമ്മൾ സഞ്ചരിച്ച് പോകുമ്പോൾ അതിന് ആനുപാതികമായ രീതിയിൽ വിശ്വാസ വളർച്ച അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ ഉയർച്ച നമുക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഒരു ആത്മപരിശോധന നടത്തണം. കാരണം ദൈവം ഈ ആത്മപരിശോധന നമ്മൾ നടത്തിയില്ലെങ്കിലും നടത്തണുണ്ട്. അതാണ് ഒരു പ്രശ്നം. നമ്മൾ നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് അവലോകനമൊന്നും ഇല്ലെങ്കിലും ദൈവം നമ്മുടെ ആധ്യാത്മിക വളർച്ചയെക്കുറിച്ച് കൃത്യമായ അവലോകനം നടത്തുകയും നമ്മളെ സിലബസിന് പുറത്ത് കളയുകയും ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമാണത്. പല ആൾക്കാരുടെ ജീവിതത്തെ നാം പരിശോധിക്കുമ്പോൾ ദേ ആർ ഔട്ട് ഓഫ് സിലബസ്, ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്താണ്. ഇത് ആധ്യാത്മിക മേഖലയിൽ വലിയ ഒരു ട്രാജഡിയാണ്, ഒരു കലാമിറ്റി. നമ്മുടെ വെള്ളപ്പൊക്കം പോലെയൊക്കെ സംഭവിക്കത്തില്ലേ? കോവിഡ്, വെള്ളപ്പൊക്കം, അതുപോലെയൊക്കെ ഉള്ള ഒരു ആധ്യാത്മിക കലാമിറ്റി, ദുരന്തമാണ് ദൈവത്തിൻ്റെ സിലബസിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളത്. ദൈവമായിട്ടുള്ള എല്ലാ വിഷയവും വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശ്രമങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള, ദൈവത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ സത്യസന്ധമാണെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ വിശ്വാസ ശ്രമങ്ങൾ അത് പലപ്പോഴും വ്യാജമാകാനുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. വിശ്വാസ ശ്രമങ്ങൾ ചില സമയത്ത് ചിലർക്ക് വ്യാജമായ ശ്രമങ്ങൾ നടത്തും. അത് ഫുൾ ആൻഡ് ഫുള്ളായിട്ട് വിഷയം ഓറിയൻറ്റഡായിട്ട് ജീവിക്കുമ്പോഴാണ് വിശ്വാസം വ്യാജനാകണത്. നമ്മളെപ്പോഴും ദൈവത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും, ദൈവവുമായിട്ട് ഇടപെടുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. ഒന്നെങ്കിൽ പരീക്ഷ, അല്ലെങ്കിൽ കല്യാണം, അല്ലെങ്കിൽ വിൽപ്പന, ഇങ്ങനെ എന്തെങ്കിലും വിഷയം വെച്ചാണ് നീ എപ്പോഴും ദൈവമായിട്ട് ഇടപെടുന്നുണ്ടെങ്കിൽ നീ ബ്രാൻഡഡ് വേജനാണ് ശരിക്കും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ. കാര്യം ദൈവമല്ല നിൻ്റെ വിഷയം, ദൈവത്തെ വെച്ചുള്ള കഴിഞ്ഞുകൂടലാണ് വിഷയം. ഇത് ഭയങ്കര ദുരന്തമാണ്, ഇത് വല്ലാത്ത ദുരന്തമാണ്. ഒന്നാമതൊരു ഇതിൻ്റെ വിഷയം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ദുരന്തം എന്ന് പറയുമ്പോൾ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം കമ്മ്യൂണിക്കബിൾ അല്ലാതെ വരും. കുറേ നാൾ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഇപ്പോൾ ഈ ഉടമ്പടിയൊക്കെ വന്നപ്പോൾ ഉടമ്പടിയൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് പ്രയോഗിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരിപ്പോൾ ഉണ്ട്. ഉടമ്പടി പെർഫെക്റ്റായിട്ട് ആ ഉടമ്പടി പ്രകാരം ജീവിച്ച് ദൈവത്തിൽ വളരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. ഇവരോടൊക്കെ ദൈവം സംവേദിക്കുന്നുണ്ട്. അതാണ് വിഷയം. ഇപ്പം ഇന്നൊരു സാക്ഷ്യമുണ്ടായി. മഞ്ജു മാട്ടർ എന്നും പറഞ്ഞ അങ്കമാലിക്കാരത്തിയാണ്. അവർ പറയണത് അവരുടെ വീടിങ്ങനെ ജപ്തിയായി കിടക്കുന്നു എങ്കിലും കർത്താവ് അവരോട് പറയും, നീ കൊലുസൊക്കെ വിറ്റ്, നിൻ്റെ പാദസരമൊക്കെ വിറ്റ്. അപ്പോൾ അവൾ കർത്താവിനോട് ചോദിക്കും, അവൾക്ക് ചിരി വരും, കർത്താവ് ഇങ്ങനെ പാദസരത്തിലൊക്കെ ഇടപെടുക എന്ന് പറയും. അതായത് ദൈവം വളരെ സിമ്പിളാണ്. നമ്മളുടെ ജീവിത സാഹചര്യം സിമ്പിളാണെങ്കിൽ ആ സിമ്പിളായ ജീവിത സാഹചര്യവുമായിട്ട് ദൈവം നമുക്കൊരു മെസ്സേജ് തരും. ഇപ്പം യെരമ്യായ്ക്കും പ്രവാചകന്മാർക്കൊക്കെ മെസ്സേജ് കൊടുത്തില്ലേ? അപ്പോൾ അവരുടെ ലൈഫ് സിറ്റുവേഷൻ വെച്ചാണ് മെസ്സേജ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാകണം. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യത്തിനിങ്ങനെ
ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് തന്നെ അങ്ങനെ മരിക്കരുത് ഒരിക്കലും. അങ്ങനെ മരിച്ചാൽ അത് ഒരു ഗതികെട്ട മരണമായിരിക്കും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് പാമ്പ് കടിച്ച് മരിച്ചെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അവർ ചിലർ പറയും അയ്യോ അത് ദുർമരണമായിപ്പോയില്ല. അതപ്പോൾ ആൾക്കാരുടെ അന്ധവിശ്വാസമാണ്. എന്നാലും ഒരു സമാധാനപൂർണമായ മരണമല്ലല്ലോ അത്. ഇതുപോലെ തന്നെയാണ് എപ്പോഴും നീ അളിഞ്ഞ മോന്തിയമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ മാത്രം ചോദിച്ചും പ്രാർത്ഥിച്ചും നേടിയൊക്കെ അവസാനം മരിക്കുകയാണെങ്കിൽ പാമ്പ് കടിച്ച് മരിച്ച പോലെ ഇരിക്കും. എനിക്ക് മനസ്സിലായില്ലേ സംഭവം? കാര്യം മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചു പോകും. ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഉടമ്പടി എത്രയോ വർഷങ്ങൾ എടുത്ത് ദൈവം ഇന്നത്തെ രീതിയിൽ, ഇപ്പം ഞാൻ ചില സമയത്തൊക്കെ ഇരുന്ന് 500 കൊല്ലം ആധ്യാത്മിക ചരിത്രം, ലോക ചരിത്രം പരിശോധിക്കും. 500 കൊല്ലത്തെ ആധ്യാത്മിക ചരിത്രം, 500 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, എന്താണ് ഇന്നത്തെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും പ്രാർത്ഥിച്ചത്, ഇന്നത്തെ പ്രാർത്ഥന എന്താണ്, അന്നത്തെ പ്രാർത്ഥന ഇന്നത്തെ പ്രാർത്ഥന തമ്മിൽ വ്യത്യാസം എന്താണ്, എന്തെങ്കിലും കാതലായ വ്യത്യാസം പ്രാർത്ഥന രൂപത്തിൽ വന്നിട്ടുണ്ടോ, അങ്ങനെ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്ന ആളാണ്. അപ്പം എനിക്ക് മനസ്സിലായ സംഭവം, ഇപ്പോൾ പണ്ട് എപ്പോഴും ഈ ഓരോരോ കാലഘട്ടങ്ങളിൽ ദൈവ മനുഷ്യ ബന്ധത്തിന് പുതിയ സോഫ്റ്റ്വെയർ വരണ പോലെ പുതിയ ഫോർമുലകൾ, സൂത്രവാക്യങ്ങൾ വരും. പക്ഷേ ഈ 500 കൊല്ലമായിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥന അപ്ഡേഷൻസ് എല്ലാം മുമ്പ് ചെറിയ സ്ലൈറ്റ് ചേഞ്ചേ വന്നിട്ടുള്ളൂ. ഉടമ്പടി ഒരു ലീപ്പാണ് വന്നിരിക്കുന്നത്. ഉടമ്പടി ഒരു നടന്ന് വന്ന ആൾ പറന്ന് പോയ പോലെ ഇരിക്കുന്ന ഒരു വിസ്മയമാണ് ഉടമ്പടി സംഭവിച്ചത്. ആധ്യാത്മികതയിൽ നടന്ന് വന്നയാൾ പെട്ടെന്ന് പറന്ന് പോകുന്ന ഒരു വ്യത്യാസമാണ് പഴയകാല പ്രാർത്ഥനാ രൂപങ്ങളും ഉടമ്പടിയും തമ്മിലുള്ളത്. അതിൻ്റെ പ്രകടരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ആൾക്കാരിലേക്ക് ഒരു വിശ്വാസമില്ലായിരുന്ന ആൾക്കാർ പെട്ടെന്ന് വിശ്വാസം കത്തിക്കയറുകയും വിശ്വാസത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതും ഒക്കെ നമ്മൾ സാക്ഷ്യങ്ങളിൽ കാണുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം ജീവിക്കുന്നുണ്ട് ആൾക്കാർ. സുവിശേഷം, ഞാൻ അറിഞ്ഞ വിശ്വാസം. ഇപ്പം കരിസ്മാറ്റിക് കാലം നമുക്ക് തുടങ്ങിയത് 75 തുടങ്ങിയത്. 1975 ഒരു 2015 അതിൻ്റെ പീക്ക് പോയിന്റ് കഴിഞ്ഞ് 109 ധ്യാനകേന്ദ്രങ്ങളിലൂടെ ലോകവ്യാപകമായ രീതിയിൽ സുവിശേഷ മുന്നേറ്റക്കാലം ഉണ്ടായി. ആ ഒരു കാലത്തിൻ്റെ വരുന്ന ഒരു വിഷയം ഒന്ന്, അവിടെയും വിശ്വാസ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ഒരു 50 പേര് ധ്യാനം കൂടിയാൽ 5 പേരായിരിക്കും ചിലപ്പോൾ ആ വളർച്ച ധ്യാനം, പ്രാരംഭ ധ്യാനം കൂടും 50 പേര്. അതിൽ നിന്ന് 5 പേരായിരിക്കും ചിലപ്പോൾ വളർച്ചാ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 3 പേരായിരിക്കും ചിലപ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനം കൂടുന്നത്. അതിൽ നിന്ന് 2 പേര് പ്രാർത്ഥനാനുഭവ ധ്യാനം കൂടും. അതിൽ നിന്ന് ഒരാൾ വരദാനങ്ങളുടെ ധ്യാനം കൂടും. അയാളാണ് വിശ്വാസ കൈമാറ്റം ചെയ്യണത്. അപ്പം 50-1 ഉള്ളവിടെ. ഉടമ്പടിക്ക് അങ്ങനെയല്ല. ഉടമ്പടിയിൽ വത്തിക്കാൻ സുനോദോസിൻ്റെ എവരി ബാപ്റ്റൈസ്ഡ് ഈസ് ബേസിക്കലി എ മിഷണറി. അത് വത്തിക്കാൻ സുനോദോസ് പിതാക്കന്മാർ കൂടിയെടുത്തപ്പോൾ സഭയുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിലയിരുത്തലിൽ വത്തിക്കാൻ സുനോദോസ് ഡിഗ്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക. അതിൽ സഭയുടെ പഠനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ ജ്ഞാനസ്ഥാനപ്പെട്ടാൽ അയാൾ ആ ജ്ഞാനസ്ഥാനത്തെ തന്നെ അയാൾ മിഷണറി ആണെന്ന്. ഇതാണിപ്പോൾ ഉടമ്പടി വന്നിരിക്കുന്നത്.
ആദ്യമായി തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി പറയുകയാണ്. എൻ്റെ പേര് റോഷ്നി ജോസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ദേവാലയത്തിലെ ഒരു ഇടവകമാണ്. ഞാൻ ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് 4/7/2025 എൻ്റെ ഉടമ്പടി ആദ്യമായി ഞാൻ എടുക്കുന്നത്. വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ 6 വർഷമായിട്ടൊരു ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 വർഷത്തിന് ശേഷം സാധാരണയായി നമുക്ക് പ്രമോഷൻ ലഭിക്കുന്നതാണ്. നമ്മൾ നന്നായി വർക്ക് ചെയ്തെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രമോഷനും സാലറി ഇൻക്രിമെൻ്റൊക്കെ കിട്ടുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ രീതിയിലുള്ള എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടും എനിക്ക് 6 വർഷമായിട്ട് അവിടെ യാതൊരുവിധ മാറ്റങ്ങളും കിട്ടുന്നില്ല. ഞാൻ സ്ഥിരമായ ആ ജോലിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. എനിക്ക് വളരെയധികം സങ്കടമായി. എന്നെ കഴിഞ്ഞ് വന്ന ആളുകൾക്കെല്ലാം പ്രമോഷൻ കിട്ടി, അവർ നല്ലൊരു പൊസിഷനിലേക്ക് എത്തി. എൻ്റെ ലൈഫ് മാത്രം ഒരു സാധാ ലൈഫിലേക്ക് മാറിയപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഉടമ്പടിയിലേക്ക് വരുന്നത്. എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അമ്മയിലുണ്ടായ ധാരാളം മാറ്റങ്ങളാണ് എന്നെ ഈ ഉടമ്പടിയിലേക്ക് എത്തിച്ചത്. ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചത് എനിക്ക് ജോലിയിലൊരു മാറ്റം വേണമെന്നാണ്. ഞാൻ ധാരാളം ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യും. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സാവും, സെക്കൻഡ് ഇൻ്റർവ്യൂ പാസ്സാവും, അതിനുശേഷം റിജക്ഷൻ വരും. ധാരാളം PSC എക്സാമുകൾ എഴുതാറുണ്ട്. ഞാൻ കോമ്പറ്റീറ്റീവ് എക്സാം എഴുതും, പ്രിലിമിനറി എക്സാം പാസ്സാവും, മെയിൻ എക്സാമിൽ ഞാൻ പോകും. അപ്പോൾ എനിക്ക് വളരെയധികം നിരാശയിലാണ് ഞാനിവിടെ വന്നത്. ഞാനിവിടെ ധാരാളം സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനവും ഞാൻ സ്ഥിരമായി യൂട്യൂബിൽ കേൾക്കാറുണ്ട്. ഞാൻ ഡേറ്റ് എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഡേറ്റ് എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. മാർച്ച് 1-ാം തീയതി 2026 എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 6 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കൊന്നും നേടാനായിട്ട് സാധിച്ചില്ല എന്നൊരു ഇതിലാണ് ഞാൻ അത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചത്. എൻ്റെ റൂമിൽ തന്നെ ഞാൻ മാതാവിൻ്റെ താഴെ മാർച്ച് 1-ാം തീയതി 2026 എനിക്ക് ജോലി കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എഴുതി വെച്ചു. ഞാൻ ഡെയിലി ബ്രെഡ് കേൾക്കുന്ന സമയത്ത് ഞാൻ അവിടെ കുരിശ് വരച്ച്, ആ പേപ്പറിൽ ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും എനിക്കത് ലഭിക്കണം എന്ന്. അതിനുശേഷം എനിക്ക് ജനുവരിയിലൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. മാനേജറായിട്ട് ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലേക്ക് ബ്രാഞ്ച് മാനേജറായിട്ട് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായി. ഞാനത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 3 ഇൻ്റർവ്യൂകളും ഞാൻ അറ്റൻഡ് ചെയ്തു. അവരെന്നെ HR-ൽ നിന്ന് വിളിച്ചു പറഞ്ഞു എനിക്ക് ഈ ജോലി കിട്ടി എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ വളരെയധികം സന്തോഷത്തോടെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മേനെ വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു കപ്പേളയുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത്. അവിടെ പോയി ഞാൻ മാതാവിൻ്റെ അവിടെ തിരികെ എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ എനിക്കത് ജോലി കിട്ടിയിരിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷത്തോടെയാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ജനുവരി 30-ാം തീയതി എനിക്ക് റിജക്ഷനായിട്ട് അത് വന്നു. വളരെയധികം പരിഹാസം കേൾക്കേണ്ടി വന്നു. ബാങ്കിൽ എല്ലാവരും എന്നെ കളിയാക്കി. മാനേജറായിട്ട് പോവാന്ന് പറഞ്ഞ ആളതേ വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ പേരെ എന്നെ കളിയാക്കി. എനിക്ക് വളരെ സങ്കടമായി. സാധാരണ ഇങ്ങനെ എന്തെങ്കിലും തോൽവികൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഞാൻ പ്രാർത്ഥന നിർത്തും. അതുപോലെ തന്നെ കുറേ ചീത്ത പറയും. എന്നെ ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് എന്തിനാണ് എന്നിൽ നിന്ന് എന്തിനെടുത്ത് കളഞ്ഞേന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് കുറേ പരാതികൾ പറയും. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവിടെ അടുത്തുള്ള പള്ളിയിൽ പോയി മാതാവിനോട് പറഞ്ഞു, മാതാവേ നിന്നിൽ നിന്നും അകലാനായിട്ട് എന്നെ അനുവദിക്കരുതേ. ഈ ജോലി പോയാലും വേറൊരു ജോലി നീ എനിക്ക് തരുമെന്ന് എനിക്ക് ഉറപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. കുറേ ഞാൻ കരഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് സംസാരിച്ചൊന്നുമില്ല. അമ്മയോട് അപ്പച്ചനോട് എനിക്കൊന്നും സംസാരിക്കാൻ സാധിച്ചില്ല. കാരണം അവരും വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു ജോലിയാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെ അടുത്തും വിളിച്ചു പറഞ്ഞു. അപ്പം അത് റിജക്റ്റായി പോയി എന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സങ്കടമാണ് ഉണ്ടായത്. എനിക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു HR-ൻ്റെ ഭാഗത്തു നിന്നും റിജക്ഷനാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വീണ്ടും ഡേറ്റ് എഴുതി വെച്ച് എന്നെ പ്രാർത്ഥിച്ചു. മാർച്ച് 1-ാം തീയതി എനിക്ക് എന്തായാലും ജോലി വേണം, ജോലി ഇല്ലാതെ എനിക്ക് പറ്റില്ല മാതാവേ എന്ന് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്നോണം ഫെബ്രുവരിയിൽ എനിക്ക് ആ റിജക്ഷനായ ജോലി തന്നെ എന്നെ HR വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ അപ്ലിക്കേഷൻ വീണ്ടും പ്രോസസ്സിങ്ങിൽ വന്നു. എനിക്ക് ആ റിജക്ഷനായ ജോലി തന്നെ മാനേജറായിട്ട് എനിക്ക് മാർച്ച് 2-ാം തീയതി 2026 ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടെയാണ് ഞാനിത് പറയുന്നത്. കാരണം റിജക്ഷനായിട്ട് എനിക്ക് ഒഫീഷ്യലായിട്ട് മെയിൽ വന്നതാണ്, നിങ്ങളെ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതേ ബ്രാഞ്ചിലേക്ക് തന്നെ എനിക്ക് ബ്രാഞ്ച് മാനേജറായിട്ട് മാർച്ച് 2-ാം തീയതി, ഞാൻ 1-ാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. പക്ഷെ മാതാവ് ഒരു ദിവസം കഴിഞ്ഞ് 2-ാം തീയതി എനിക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള ഓഫർ ലെറ്റർ വന്നു.
ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ഞാനിന്ന് ആ ഓഫർ ലെറ്ററും റിജക്ഷൻ ആയതടക്കം പ്രിൻ്റ് എടുത്തിട്ടാണ് ഇവിടേക്ക് വന്നത്. കാരണം ഞാൻ ആ റിജക്ഷൻ വന്നത് വരെ മാതാവിൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെയും ഈശോയുടെ ഒരു അനുഗ്രഹത്തിൻ്റെയും എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഒരു 6 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ കരിയറിൽ വീണ്ടും ഒരു സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. വളരെയധികം സന്തോഷം. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആവുമ്പോൾ വളരെയധികം പെയിൻ ഉണ്ടാവും. ഞാനൊരു 10ാം ക്ലാസ് തൊട്ട്, അതായത് ഒരു 10 വർഷമായിട്ട് പീരീഡ്സ് ആയി എനിക്ക് സ്കൂളിലുണ്ടാകുമ്പോൾ സ്കൂളിൽ പോകാൻ പറ്റില്ല. കാരണം വയറുവേദന എടുത്ത് ഞാൻ കരച്ചിലായിരിക്കും, ഛർദിയായിരിക്കും. സ്കൂൾ മൊത്തം അറിയും ഞാൻ പീരീഡ്സ് ആയിട്ടുണ്ടെന്ന്. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മ വന്നിട്ടായിരിക്കും കൊണ്ടുപോവുക. കോളേജിൽ പഠിക്കുമ്പോഴും എനിക്ക് ഈ സെയിം സിറ്റുവേഷൻ തന്നെയായിരുന്നു. പീരീഡ്സ് ആവുക, കരയുക, ബഹളം വയ്ക്കുക, വീട്ടിൽ നിന്ന് വന്ന് കൊണ്ടുപോവുക. ജോലി സ്ഥലത്തും വേറൊരു മാറ്റം ഉണ്ടായില്ല. ധാരാളം ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ പറയുന്നു ഓരോ ഡോക്ടറെ കാണാൻ, സ്കാൻ ചെയ്യുക, ടാബ്ലറ്റ്സ് കഴിക്കുക, ഇത് മാത്രമായിരുന്നു. ഞാൻ ജോലിക്ക് കയറിയപ്പോഴും അതെ, ഞാൻ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളും അറിയും. അതുപോലെ തന്നെ അവിടെ വന്ന കസ്റ്റമേഴ്സ് അറിയും ആ മാഡം പീരീഡ്സ് ആയിട്ട് വയറുവേദന എടുത്ത് കരച്ചിലാന്ന്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അതാണ് എൻ്റെ ഒരു നിയോഗമായി വെച്ചത്, വയറുവേദന മാറ്റിത്തരണമെന്നാണ്. കാരണം വയറുവേദന വന്നാൽ 2 ദിവസം എനിക്ക് എണീക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. സാധാരണ എല്ലാവരും പറയും ഇത് സ്ഥിരമായിട്ട് വരുന്നതാണ്, സ്ത്രീകൾക്ക് ഇതുള്ളതാണ്, ഇത് നമ്മൾ സഹിക്കണം. എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ പലപ്പോഴും ഇത് പറയും, ഇതെല്ലാവർക്കും ഉള്ളതാണ്, ഇത് സഹിക്കണമെന്നാണ് പറയാറുള്ളത്. പക്ഷെ ഇത് മാത്രം സഹിക്കാനുള്ള ഒരു ശക്തി എനിക്ക് കിട്ടാറില്ല. ഞാൻ ഉരുളും കിടന്ന് കിടക്കയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളും, കുറേ ചീത്ത പറയും. എനിക്ക് ആൺകുട്ടിയായാൽ മതിയായിരുന്നു എന്ന് വരെ ഞാൻ പറയാറുണ്ട്. പെൺകുട്ടിയായി ഇത് വെറുതെ ആയി പോയി എന്ന് വരെ പറയാറുണ്ട് ഈ പീരീഡ്സ് ആവണ സമയങ്ങളിൽ. പക്ഷെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടു. അച്ഛൻ എൻ്റെ സ്കാനർ റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. ഞാനതെൻ്റെ കഴുത്തിലിട്ടു. അതുപോലെ തന്നെ ഇതിന് ശേഷം ഇവിടെ നിന്ന് കിട്ടിയ തൈലം എടുത്ത് ഞാൻ എൻ്റെ വയറുവേദന വരുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും, പീരീഡ്സ് ആവണ ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ഞാൻ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഇതിന് ശേഷം ഈ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇതുവരെ വയറുവേദന, പീരീഡ്സ് ആകുമ്പോൾ എൻ്റെ വയറുവേദന മാറി. എനിക്ക് വളരെയധികം സന്തോഷമാണ് ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ. കാരണം അന്നത്തെ ദിവസം എൻ്റെ ഒരു നോർമൽ ഡേ ആയിട്ട് തന്നെ കടന്നു പോവും. ആരും അറിയില്ല ഞാൻ പീരീഡ്സ് ആയത് ഓഫീസിൽ. അത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന, ഇതെന്നെ സംബന്ധിച്ച് വലിയ അനുഗ്രഹങ്ങളാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങളാണിത്. ഇത് തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് പത്രം കിട്ടിയപ്പോൾ എനിക്കത് കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു. ഞാനൊരു കാറ്റീസ് അധ്യാപികയാണ് ഞങ്ങളുടെ പള്ളിയിൽ. എന്നിട്ട് പോലും എനിക്ക് ആ പേപ്പർ കൊടുക്കാനായിട്ട് വളരെയധികം ഒരു ചമ്മലായിരുന്നു. ആളുകൾ തിരിച്ചു തന്നാലോ, എന്തിനാ ഇത് കൊടുക്കണേ എന്നുള്ളൊരു മനോഭാവമായിരുന്നു. ഞാനപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നേക്കും. എന്നിട്ട് അമ്മ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എൻഡിങ് കൂടും എന്ന് പറഞ്ഞിട്ട് കൊടുക്കണതായിരുന്നു എൻ്റെ പതിവ്. പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത് ധാരാളം പേരുടെ സാക്ഷ്യം ഞാൻ കേൾക്കാൻ തുടങ്ങി. അതുപോലെ ധ്യാനത്തിലും അച്ഛൻ പറയാറുണ്ട് നമ്മൾ ഇത് പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണമെന്ന്. അതിനുശേഷം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ റൂട്ടുകളിൽ പോകുന്ന ആളുകളോടെടുത്ത് ഇത് വിശ്വാസപ്രമാണം ചൊല്ലും. ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് പത്രം കൊണ്ടുപോയി ഓരോ പേപ്പറിൽ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുക. ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ തിരിച്ചു തരരുതേ, അവരത് വായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പേപ്പർ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ എൻ്റെ പിള്ളേർ, എൻ്റെ കാറ്റിസത്തിൽ എൻ്റെ കുട്ടികൾക്ക് ഞാനത് അവരെ വീടുകളിൽ കൊണ്ടു കൊടുക്കും. അതിനുശേഷം അവരത് വായിച്ചിട്ട് എനിക്ക് ഡെയിലി ഗ്രൂപ്പിൽ എനിക്ക് അയച്ചു തരും, ടീച്ചറെ ഞങ്ങളിത് വായിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ 7ാം ക്ലാസ്സിലെ 7 കുട്ടികൾ അത് ഡെയിലി അത് വായിക്കും. എനിക്കത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അവർ പ്രാർത്ഥനയിൽ എന്തിൽ ചെറിയ ചെറിയ പിന്നോക്കത്തിലാണെങ്കിലും അവർ പേപ്പർ വായിക്കാനും അതുപോലെ തന്നെ മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനും പഠിച്ചു. അതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യാറുള്ളത്, എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാനൊരു ചെറിയ എമൗണ്ട്, അതെനിക്ക് സാലറി കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഞാനത് കൊണ്ടു കൊടുക്കും. കാരണം അധികം ദിവസം വെക്കാനായിട്ട് അത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ സാലറി കിട്ടിയ പിറ്റേ ദിവസം തന്നെ ഞാനൊരു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മാതാവ് ഇന്ന് ആർക്കാണത് കൊടുക്കേണ്ടത്, മാതാവേ നീ തന്നെ അതൊരു കാണിച്ചു തരണം. എനിക്കറിയാത്ത ആളുകളായിരിക്കും, ഞാനത് കടന്നു പോകുന്ന വഴിയിലായിരിക്കും. പക്ഷെ അത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. ചിലരെന്നെ കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്. ഞാനപ്പോൾ അവരോട് പറയും, ഞാൻ തന്നതല്ല, അമ്മ മാതാവ് തന്നതാണ്,
മാതാവാണ് എൻ്റെ നിങ്ങളെ അടുത്തേക്ക് വിട്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കാറുള്ളത്. വളരെയധികം സന്തോഷം ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ വന്ന് പറയാനായിട്ട് സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഷിജി ജെയിംസ്. ഞാൻ വയനാട്ടിൽ തേറ്റമലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ മേരി സെബാസ്റ്റ്യൻ. അമ്മ വയനാട് പോരൂരിൽ നിന്ന് സ്ഥലത്ത് വരുന്നു. ഇതെൻ്റെ ചാച്ചൻ സെബാസ്റ്റ്യൻ. എൻ്റെ ചാച്ചനും അമ്മയും ഞങ്ങളെല്ലാവരെയും കെട്ടിച്ചു വിട്ടതിന് ശേഷം ഒരു ലോൺ എടുക്കുകയുണ്ടായി ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപയോളം. അത് അവർ പശുവിനെ വളർത്തിയാണ്, ഒരു 5-8 പശു ഉണ്ടായിരുന്നു. അപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ചാച്ചന് സ്ട്രോക്ക് വരികയും ഈ കട അവർക്ക് വീട്ടാൻ പറ്റാണ്ട് അത് ഓവർഡ്യൂ ആവുകയും ചെയ്തു. അത് ഏകദേശം 14.5 ലക്ഷത്തോളം പലിശ കയറി വന്നു. ഒരു തരത്തിൽ അവർക്ക് വീട്ടാൻ പറ്റാണ്ടായി. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ 2022 ഒക്ടോബർ 16 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മച്ചി അതുപോലെ 2022 ഡിസംബറിലും വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അനിയത്തിമാരും വന്നിരുന്നു. അവരെല്ലാം ഞങ്ങളെല്ലാവരും ഉടമ്പടിയിൽ ഈ നിയോഗവും വെച്ചിരുന്നു. പക്ഷെ വെച്ച നിയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് മാതാവ് നടത്തി തന്നു. പക്ഷെ ഇത് മാത്രം ഞങ്ങൾക്ക് വന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഓരോരുത്തരുടെ വലിയ വലിയ കടങ്ങളൊക്കെ പറയുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളല്ലോ മാതാവേ, എന്നിട്ട് എന്താ അതൊന്ന് വീട്ടിൽ തരാത്തേന്ന്. അപ്പോൾ 2022, 23, 24 കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഞങ്ങളെല്ലാം ചാച്ചനൊക്കെ പറയാൻ തുടങ്ങി, ചിലപ്പം മാതാവ് നമ്മളിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. സ്ഥലം വിൽക്കാനാണ് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചത്. ചാച്ചൻ്റെ അമ്മയുടെയും പേരിലുള്ള സ്ഥലം വിറ്റ് ആ കടം വീട്ടിയതിന് ശേഷം ബാക്കി ഇവർക്കൊരു 10 സെൻറ്റ് സ്ഥലം വീട് എവിടെയെങ്കിലും ആക്കി കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനോ ആ സ്ഥലം എടുക്കാൻ ആരെങ്കിലും വരുമോ, വന്നാൽ തന്നെ ഒരു പൈസ പറയുകയാണെങ്കിൽ തന്നെ നമുക്കത് ഒക്കില്ല. നമ്മൾ പറയുന്ന പൈസ അവർക്കും പറ്റും. ഇനി അഥവാ അവർ പറഞ്ഞാൽ തന്നെ അഡ്വാൻസ് ഒന്നും തരാണ്ട് അവർ പോകും. പിന്നെ നമ്മളവരെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ 22, 23, 24 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അമ്മ മാതാവ് ചിലപ്പം നമ്മൾക്ക് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടാവും, സ്ഥലം വിൽക്കാണ്ട് ചിലപ്പോൾ എഴുതി തള്ളാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലത് കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പക്ഷേ ഈ 2022 തൊട്ട് ഇന്ന് വരെ ഞാനും അമ്മച്ചിയും അനിയത്തിമാരെല്ലാം ഉടമ്പടി പുതുക്കിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 13 മറ്റേ ബാങ്കുകാർ അതിനിടയിൽ വരും ഇവരുടെ അടുത്ത്. ഞങ്ങളാരും ഇല്ലല്ലോ, ഇവരുടെ അടുത്ത് വന്നിട്ട്. പക്ഷെ ബാങ്കുകാർ നല്ല രീതിയിലാണ് ഇവരോട് പെരുമാറുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടൊന്നും പറയാറില്ല. ഇവർക്ക് 2 ചാച്ചൽ സ്ട്രോക്ക് വന്നത് അവർക്കറിയാം. അമ്മച്ചി ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ഇവരോട് നല്ല രീതിയിലാണ് പെരുമാറില്ലൊരു ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അവർ ജനുവരി 13 മറ്റേ ചാച്ചൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു സ്കീമുണ്ട്, ഒറ്റ തീർപ്പാക്കലാണ്, നിങ്ങൾക്ക് പലിശ വേണമെങ്കിൽ എഴുതി തള്ളിത്തരാം, ബാക്കി മുതൽ 8 ലക്ഷം രൂപ അടയ്ക്കാൻ. അപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാണ്ട് ഒരു നിവൃത്തിയില്ല സാറേ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എങ്ങനെയൊന്നും അറിയത്തില്ല. അവരങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ പറയുമായിരുന്നു, ഈശോയെ നിൻ്റെ അടുത്ത് എന്തോരം പൈസയാണുള്ളത്, ഞങ്ങൾക്ക് ഇച്ചിരി തരാൻ നിനക്ക് പറ്റുമല്ലോ, ഞങ്ങൾക്ക് വേറെ ആരും സഹായിക്കാനില്ല, നീ മാത്രമേ ഞങ്ങൾക്ക്, നിങ്ങൾ രണ്ടുപേരും ഈശോയും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെന്ന്, എന്തോരം പൈസയുണ്ട് നിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ എവിടുന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ജനുവരി 25 അടയ്ക്കാൻ അല്ലെങ്കിൽ 31 വരെ അവർ അവധി തന്നു. പക്ഷെ ഞങ്ങൾക്ക് 22 8 ലക്ഷം രൂപയും ഞങ്ങൾ അടച്ച് ആധാരം കൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആധാരം ഞങ്ങളുടെ 10 വർഷമായിട്ട് ഈ ആധാരം ബാങ്കിലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പക്ഷേ ഓരോ പ്രാവശ്യം ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയും ഞാനും മാതാവിൻ്റെ നേരെ നോക്കിയിട്ട് പറയുമായിരുന്നു, ഇതുപോലെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും വരുത്തി തരണേന്ന്. പക്ഷേ ഞങ്ങൾ കൊതിയോടുകൂടി പോയിട്ടുണ്ട് സാക്ഷ്യം പറയാം. പക്ഷെ അമ്മ മാതാവ് അത് നടത്തി തരാണ്ടിരുന്നതിന് വേറൊരു കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ അന്ന് ഞങ്ങളുടെ സ്ഥലത്തിനൊക്കെ 26 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ 26 ലക്ഷം രൂപയും ഞങ്ങൾക്ക് അവർ തന്നു പോകുമ്പോൾ ഞങ്ങൾ ആ 14.5 ലക്ഷം രൂപയും ബാങ്കിൽ കൊണ്ട് അടയ്ക്കുമായിരുന്നു. ബാക്കി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊരു വീട് സ്ഥലം കിട്ടണമെങ്കിലൊക്കെ ഒത്തിരി പാടാണ്. പിന്നെ ചാച്ചനും അമ്മയും നന്നായിട്ട് അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് പണിയെടുക്കാൻ സ്ഥലം വേണ്ടിയും വരും. അപ്പോൾ അവർക്ക് ഈ 10 സെൻറ്റ് സ്ഥലമൊന്നും ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ കടം വീട്ടി
ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞാനിതിവിടെ കയറി വന്ന് സാക്ഷ്യം പറയുന്നത് രണ്ടാമത്തെയാണ്. ആദ്യം ഞാൻ എൻ്റെ മോനുമായിട്ട് കയറി സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇനി ഞാൻ ഉടമ്പടിയിലൂടെ ഇനി ഒരുപാട് കാലം പോവുകയും ചെയ്യും. എന്നെക്കൊണ്ടാവുന്നത്രയും കാലം നമ്മുടെ ഒരു ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യത്തിൻ്റെ അത്രയും കാലം എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ വരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അമ്മ മാതാവും ഈശോയും എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് മേരി സെബാസ്റ്റ്യൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ 6 വർഷമായി ഞാൻ എൻ്റെ നടുവിനും കാലിനും മുട്ടും തേയ്മാനം കാരണം ഒരടി പോലും നടക്കാൻ പാടില്ലാതെ വേദന കൊണ്ട് സഹിക്കത്തില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കാലിൻ്റെ മുട്ടിനും തേയ്മാനമാണ്, നട്ടെല്ലിനും തേയ്മാനമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നടയിറങ്ങരുത്, കയറ്റം കയറരുത്, 5 കിലോ പോലും തലയിൽ വെക്കരുതെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകാനുള്ള അനുഗ്രഹം മാത്രം കിട്ടിയാൽ മതിയെന്ന്. അമ്മയും ഞാനും കൂടെ കൂടി ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യും. പുല്ല് ചെത്താൻ ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മയുടെ കാലിന് മുട്ട് എനിക്ക് തരണം, എനിക്ക് മുട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. 10, 25, 30 കിലോ ഉള്ള പുല്ലും എടുത്ത് ഞാൻ കുന്നു കയറി വന്നു. ഇന്ന് വരെ അമ്മ എന്നെ വീഴിക്കുവാട്ടെ, ഇന്ന് അടിയിൽ ഇരുത്തുവാട്ടെ ചെയ്തിട്ടില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞങ്ങളുടെ കാര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോസ്പിറ്റലും ഒരു ഓൾഡ് ഏജ് ഹോമും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ അമ്മച്ചിമാരുടെ കൂടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, ബൈബിള് വായിക്കും, കൊന്ത എത്തിക്കും. ആദ്യമൊക്കെ ഞാൻ സീരിയൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു, അത്യാവശ്യം ജോലി കഴിഞ്ഞു വന്നാൽ. ഇപ്പം ഞാൻ സീരിയലുകളെല്ലാം ഒഴിവാക്കി എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണ്. ഇപ്പം എനിക്ക് പ്രാർത്ഥന എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മുന്നോട്ട് അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ അമ്മച്ചീനെ പോലെ, എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കൊണ്ടുപോയി മാനന്തവാടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചോറ് വാങ്ങിക്കൊടുക്കുകയും അമ്മച്ചി ഓരോരുത്തരോട് പറഞ്ഞു വിടും എനിക്കും ഒരു കെട്ട് കൃപാസനത്തിൽ നിന്ന് പേപ്പർ കൊണ്ടുവരണമെന്ന് പറയും. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അമ്മച്ചിക്ക് കൊണ്ടു കൊടുക്കും. അമ്മച്ചി അത് എനിക്കും തരും. ഞങ്ങളെല്ലാവർക്കും അങ്ങനെ പേപ്പറുകൾ കൊടുക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ അവരെ പറയുകയും ചെയ്യും. അപ്പം ഞാൻ അമ്മച്ചിയോട് പറയായിരുന്നു അമ്മച്ചി എന്നെക്കാളും ഒക്കെ ഞങ്ങളെക്കാളും ഒക്കെ എത്ര കൂടുതലാണ് അമ്മച്ചി ഓരോ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും അമ്മച്ചിയുടെ ഈ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ മാതാവ് നമ്മളെ അനുഗ്രഹിക്കാണ്ടിരിക്കൂല എന്ന് പറയുമായിരുന്നു. അത്രത്തോളം അമ്മച്ചി. പിന്നെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അമ്മച്ചിക്കും. അവിടെ അമ്മച്ചി പോയി കുളിപ്പിക്കുകയും പറക്കുകയും ചെയ്യും. എൻ്റെ അമ്മച്ചിക്ക് 68 വയസ്സായി. എന്നാലും അമ്മച്ചി പോയി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുകയും പറക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം നമുക്ക് വൈകി പോകുന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, അത് മാതാവ് നല്ലതിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഏറ്റവും വലിയ സാക്ഷികളായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു.